ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ. ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. തമ്പി മയിൽവാഹനം തലയില്ലട, തലയെടുക്കറവ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ് ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ടൂറിസ്റ്റ് ബസ് തൃശ്ശൂർ ജില്ലയിലെ വേലൂരിൽ നിന്നാണ്. വേലൂരിലുള്ള ചിറമൽ ഹോളിഡേയ്സിന്റെ പുത്തൻ പുതിയ AITP ടൂറിസ്റ്റ് ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഇൻട്രോ വീഡിയോ ആണ്. ബസ്സിന്റെ അപ്ഡേഷൻസ് കഴിയാനുണ്ട്. അപ്ഡേഷൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അശോക് ലേലാൻഡ് വൈക്കിംഗ് 12 മീറ്റർ ചേസിൽ പ്രകാശിന്റെ സെഡസ്ത്ര ഫ്രണ്ട് ബാക്ക് കൗളിലാണ് ഈ ഒരു ബസ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് ഇതിന്റെ മനോഹരമായ ഗ്രാഫിക്സ് ആണ്. ഇനി ബാക്ക് ലുക്കിലേക്ക് വരുമ്പം പ്രകാശിന്റെ സെഡസ്ത്രയാണ് ബാക്കിൽ ചെയ്തിട്ടുള്ളത്. ചിറമലിന്റെ പേര് കൊടുത്തിരിക്കുന്നത് നോക്കി, വെർട്ടിക്കൽ ആംഗിളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആ ഗ്രാഫിന്റെ വേറൊരു വേർഷൻ രണ്ട് സൈഡിലേക്ക് ഒരു മിറർ ടൈപ്പിലായിട്ട് രണ്ട് സൈഡിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ബാക്ക് ലുക്ക് വരുന്നത്. പലരും ചോദിക്കാറില്ലേ ലാഡറൊക്കെ അവിടെ ബുദ്ധിമുട്ട്. ഇതാ ലാഡർ ഉണ്ട്, മുകളിൽ ക്യാരർ വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി പ്രകാശിച്ച് വരുന്ന സാധനമാണ്. അവർ ഇവിടെ വന്നതിന് ശേഷമാണ് വെക്കാറുള്ളത്. ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക് വരുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ബസ്സിന്റെ സൈഡ് ഗ്രാഫിക്സ് ആണ് മെയിനായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഗ്രാഫിക്സ് കാണുമ്പം ഇത് മറ്റേ ബസ്സിൽ നിങ്ങൾക്ക് ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട്. കാരണം റൊസാരിയുടെ പടവീടൻ ഏകദേശം ഈ ഒരു ഗ്രാഫിക്സിലായിരുന്നു ഇറങ്ങിയിരുന്നത്. വ്യത്യാസങ്ങളുണ്ട്. ഈ ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റൊസാരിയുടെ ജോയ്സ് ചേട്ടനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സാദൃശ്യം തോന്നാനുള്ള കാരണം. അത് ഇതിലേക്ക് വരച്ചിരിക്കുന്നത് രാജേഷ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ്. നല്ല മനോഹരമായൊരു ഗ്രാഫിക്സ് ആണ്. ഗ്രീൻ ബ്ലാക്ക് ഷെയ്ഡുകളിൽ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഈ ഗ്രാഫിക്സ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണ്ടോ. അതുപോലെ ഇതിന്റെ വീൽ കപ്സ് കൊടുത്തിരിക്കുന്നതും പ്രകാശിന്റെ വീൽ കപ്സ് അല്ല, ഒരു കണ്ണൂരിൽ നിന്ന് ഡിസൈൻ ഇറക്കിയിട്ടുള്ള മനോഹരമായ അതേ ബോഡി കളറിൽ വരുന്ന വീൽ കപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിലുള്ള വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട്. അപ്ഡേഷൻ കഴിഞ്ഞ ശേഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നോക്കാം. അപ്പോൾ AITP ബസ്സുകൾക്കുള്ള പോലെ തന്നെ ടോട്ടൽ 45 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് വെച്ചിട്ടുള്ളത്. ഇവർ വെച്ചിട്ടുള്ളത് സ്റ്റെല്ലാർ സ്പീഡിന്റെ കുഷനിൽ ചെയ്തിട്ടുള്ള സീറ്റുകളാണ്. അതുപോലെ സീറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ റിക്ലൈനിങ്, ഇത്രത്തോളം റിക്ലൈനിങ് ഈ ഒരു സീറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലായിട്ട് ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, ലെഗ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ സീറ്റിൽ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഫാൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. AC വെന്റ്, റീഡിംഗ് ലാംപ്സ്, മൊബൈൽ ചാർജിംഗ് പോർട്ടുകളൊക്കെ ഈ ഒരു ബർത്തിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഇന്റീരിയറിലെ കംഫർട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ചിറമൽ ഹോളിഡേയ്സിന്റെ പുത്തൻ പുതിയ AITP ബസ്സിന്റെ ഒരു ഓവറോൾ ലുക്ക് കിട്ടും. ഞാനൊരു ഇൻട്രോ ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുൾ ആയിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അന്ന് നമുക്ക് ഓണറേയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ജോൺ ക്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ചിറമലിന്റെ റീൽസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ചിറമലിന്റെ AITP ബസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്വീകരിക്കുന്ന അനുസരിച്ച് നമ്മൾ ഇതിന്റെ അപ്ഡേഷൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെയും ബൈ ഫ്രം ബിജി നിലമ്പൂർ.